വിദ്യാഭ്യാസ രേഖകൾ നൽകാൻ തയ്യാറുണ്ടോ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വെല്ലുവിളിച്ച് CJP സ്ഥാപകൻ അഭിജിത്ത് TK. തന്റെ വിദ്യാഭ്യാസ രേഖകളും ലോണിന്റെ രേഖകളും നൽകാമെന്നും അഭിജിത്ത് TK പറഞ്ഞു. എന്റെ പൊന്നു ദൈവമേ, ദാ മോദിജിക്ക് ഇട്ടൊരു പണി. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മോദിജിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണുമോ? ബിടെക് എടുക്കാം, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? +2 കിട്ടുമോ? എല്ലാവരും കുറേ നാളായിട്ട് ചോദിക്കുന്നതാ മോദിജിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന്. ദാ അത് വീണ്ടും പൊക്കിക്കൊണ്ട് വന്നേക്കുന്നു. എന്താണെങ്കിൽ ഈ ന്യൂസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. സൂറത്തിൽ നിന്നുള്ള വിവരാവകാശ പ്രവർത്തകനാണ് അഭിജിത്തിന്റെ സാമ്പത്തിക പശ്ചാത്തലം അന്വേഷിച്ച് പരാതിയുമായി എത്തിയത്. അഭിജിത്തിന്റെ പിതാവ് സർക്കാർ ഉദ്യോഗസ്ഥനാണെന്നും വിദേശ പഠനത്തിന് മകനെ അയക്കാൻ മാത്രം കെൽപ്പില്ലെന്നും ഇയാൾ വാദിച്ചു. ബോസ്റ്റൺ സർവകലാശാലയിൽ നിന്ന് കിട്ടിയ സ്കോളർഷിപ്പിന്റെ തെളിവ് അഭിജിത്ത് തന്നെ പുറത്തുവിട്ടു. അതിനൊരു തീരുമാനമായി. ശേഷിച്ച പണം വിദ്യാഭ്യാസ ലോണും. ബോസ്റ്റണിൽ വിദ്യാഭ്യാസം തുടരവെയാണ് അഭിജിത്ത് CJP രൂപീകരിക്കുന്നതും ഇന്ത്യയിലേക്ക് എത്തുന്നതും. വ്യക്തികളുടെ സാമ്പത്തിക വിവരം അന്വേഷിക്കുന്നവർക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ആശങ്കയില്ലേ എന്ന് അഭിജിത്ത് ചോദിച്ചു. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. വിദ്യാഭ്യാസ രേഖ പുറത്തുവിടാൻ തനിക്കുള്ള ധൈര്യം പ്രധാനമന്ത്രിക്കുണ്ടോ എന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. ആ പയ്യന്റെ സർട്ടിഫിക്കറ്റ് ചോദിച്ച ആളെ തപ്പുന്നുണ്ടായിരിക്കും ഇപ്പം മോദിജി. ഇങ്ങോട്ട് വന്നേ നീ, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേ നീ. ആ പയ്യൻ ഒരു കാര്യം പറയുന്നുണ്ട്, അതൊന്ന് കേട്ട് നോക്കിക്കേ. मैंने अभी देखा कि किसी बीजेपी के कार्यकर्ता ने मेरे ऊपर RTI फाइल की है और वो जानना चाहता है कि मैंने अपनी एजुकेशन कैसे कंप्लीट की. तो मैं उनसे पूछना चाहता हूँ, क्या आपके नेता अपनी डिग्री दिखाएंगे? मैं अपना स्कॉलरशिप लेटर और एजुकेशन लोन का लेटर दिखाने के लिए तैयार हूँ. क्या आपके नेता उनकी असली डिग्री दिखाएंगे? എന്താണെങ്കിലും കള്ളം കാണിക്കാത്തവരൊക്കെ സർട്ടിഫിക്കറ്റും തെളിവും ഒക്കെ കാണിക്കട്ടെ, കള്ളം ചെയ്തവരെയൊക്കെ പിടിക്കപ്പെടട്ടെ, അല്ലേ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മോദിജി ഡിഗ്രി സർട്ടിഫിക്കറ്റ് കാണിക്കുമോ? സർട്ടിഫിക്കറ്റ് പോയെങ്കിൽ പോട്ടെ, അത് മിസ്സാകാൻ ചാൻസ് ഉള്ളതാണല്ലോ. കൂടെ പഠിച്ചവരെയെങ്കിലും കൊണ്ടുവന്നാൽ മതിയായിരുന്നു. എന്താണെങ്കിലും ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഇതാ ഈ സീന. വൈസ് ചാൻസലർ ഒപ്പിടാൻ പോണേ ഉള്ളൂ. ഇതെന്താണിത്? പാകിസ്ഥാൻ ഇന്ത്യ അതിർത്തിയിലെ കമ്പിവേലി. ഹൗ പിടിച്ചു. ഇനി പോലീസ് പിടിക്കേണ്ട നോക്കിക്കോണേ.